ഒന്നുമില്ല, ബിഗ് സീറോ. കേരളം കാത്തിരുന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ 6ാം ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങളും കയ്യടിയും ഉണ്ടാകുമെന്നായിരുന്നു ജനം കരുതിയത്. എന്നാൽ ഒന്നുമില്ല. ആശാവർക്കർമാർക്ക് മാസം 1000 രൂപ വർദ്ധിപ്പിച്ചത് മാത്രമാണ് ആശ്വാസമായി പറയാനുള്ളത്. നിരാശാജനകമായ ബജറ്റ് എന്ന് ഒറ്റവാക്കിൽ തന്നെ പറയാൻ സാധിക്കും. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ നടപ്പിലാക്കിയ ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങളും വമ്പൻ പദ്ധതികളും ഉണ്ടാകുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ എല്ലാവർക്കും നിരാശ മാത്രം. സർക്കാർ ജീവനക്കാർ വലിയ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്തു. അവർക്കും നിരാശ മാത്രം സമ്മാനിച്ച ഒരു ബജറ്റ് വിശദമായി പരിശോധിക്കാം. കെ.എൻ. ബാലഗോപാലിന്റെ ബജറ്റിൽ കാത്തുവച്ചത് കേരളത്തോടുള്ള ക്രൂരത മാത്രമാണോ? എന്തുകൊണ്ട് വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്താതെ പോയി? പ്രഖ്യാപിച്ച കാര്യങ്ങളെല്ലാം അടുത്തു വരുന്ന സർക്കാരിന്റെ തലയിലേക്കിടാനുള്ളത് മാത്രമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. എന്താണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചത്? നോക്കാം വിശദമായി. പി.എസ്. സൗവർണിക കൂടെയുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ 6ാം ബജറ്റാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബജറ്റിൽ വലിയ പ്രതീക്ഷകളോടുകൂടിയായിരുന്നു കേരളം നോക്കിക്കണ്ടത്. അതായത് പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് കരുതിയിരുന്നു. എന്നാൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെയില്ല. അദ്ദേഹം പറഞ്ഞത് ഇത് ഈ ബജറ്റിന്റെ പ്രഖ്യാപനത്തിന് മുമ്പ് കഴിഞ്ഞ നവംബറിൽ മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യമെന്നാണ്. പിന്നെ ബജറ്റിന്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം കൂടി കേരളം ഇപ്പോൾ ചോദിക്കുകയാണ്. എന്തായാലും കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. തൊഴിലുറപ്പുകാർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചു. സാക്ഷരതാ പ്രേരകമാർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചു. എന്നതൊഴിച്ചാൽ കാര്യമായി സാധാരണക്കാരന്റെ ജീവിതം മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള ഒന്നും ഈ ബജറ്റിൽ ഇല്ല എന്ന് തന്നെയാണ് ഏറ്റവും നിരാശാജനകമായ കാര്യം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വിലാപകാവ്യം മാത്രമാണ് ഇപ്പോൾ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ നടത്തിയിരിക്കുന്നത്. തീർത്തും ഫ്ലോപ്പായ ഒരു ബജറ്റ് എന്ന് തന്നെ നമുക്ക് ഒറ്റവാക്കിൽ ഇതിനെ പറയാൻ സാധിക്കില്ലേ? തീർച്ചയായും. എന്താണ് ഈ പറയുന്ന പോലെ ഈ ഒരു ബജറ്റ് കേരളം ഒരുപാട് പ്രതീക്ഷയോടെയാണ് നോക്കിയത്. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റാണ്. ഇനിയൊരു ബജറ്റ് അവതരണം എന്തായാലും രണ്ടാം പിണറായി സർക്കാരിന് ഉണ്ടാകില്ല എന്നുറപ്പാണ്. ആ ഒരു സാഹചര്യത്തിൽ കേരളം ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെങ്കിലും ഈ പറയുന്ന പോലെ സർക്കാർ എന്തെങ്കിലുമൊക്കെ നല്ല പദ്ധതികൾ പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യും, അല്ലെങ്കിൽ ഈ ബജറ്റിൽ പൊതുജനങ്ങൾക്ക് ഗുണകരമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ബജറ്റ് കേരളത്തിലെ ജനങ്ങൾക്ക് നിരാശയാണ്. അതിനൊക്കെ അപ്പുറം ഈ ബജറ്റ് പൂർണ്ണമായ ഒരു പരാജയപ്പെട്ട ബജറ്റ് തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പറയുന്ന പോലെ ജയിലിൽ തുക വർദ്ധിപ്പിച്ച സർക്കാരാണ്. ജയിൽ പുള്ളികൾക്ക് തുക വർദ്ധിപ്പിച്ച സർക്കാരിന് പൊതുജനത്തിന് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ പരാജയപ്പെട്ട ഒരു ബജറ്റ്. എന്തിനായിരുന്നു ഇവരിങ്ങനെ ഒരു ബജറ്റ് അവതരിപ്പിച്ചതെന്ന് പോലും ഇപ്പോൾ ഒരു അത്ഭുതം തോന്നുന്നു. കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ പ്രഖ്യാപിച്ച കാര്യങ്ങളാണ് തങ്ങൾക്ക് ഈ പാർട്ടിക്ക് അല്ലെങ്കിൽ സർക്കാരിന് പറയാനുള്ളതെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു ബജറ്റ്? പൊതുജനത്തിനെ കഴുതയാക്കിയതാണോ? തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ ക്ഷേമ പെൻഷനിലെ വർധനവടക്കം LDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്, കഴിഞ്ഞ 2021 പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് കേരളത്തിലെ ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്നായിരുന്നു. എന്നാൽ 2500 ആക്കിയിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു ബജറ്റ് അവതരിപ്പിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന സർക്കാരിന് ഇതിനുള്ള മറുപടി കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അല്ല, അതിന്റെ അകത്ത് ഈ പറയുന്ന പോലെ ആശാ വർക്കർമാർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആശാ വർക്കർമാരുടെ സമരത്തെ, അല്ലെങ്കിൽ അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം കിടന്നപ്പോ അവരെ അവഗണിച്ചതിന് പകരമായിട്ടാണോ ഇപ്പൊ ഇങ്ങനെ ഒരു വർധനമെന്നൊരു ചോദ്യം ബാക്കിയല്ലേ? അതായത് ആശാ വർക്കർമാരുടെ സമരത്തെ അവഹേളിച്ച ആളുകളെ കൊണ്ട് തന്നെ 1000 രൂപ വർദ്ധിപ്പിക്കാൻ, ഓണറേറിയം വർദ്ധിപ്പിക്കാൻ ആശാ വർക്കർമാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സമരത്തിന്റെ വിജയമാണെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. മറ്റൊന്ന്, BSന്റെ സ്മാരകത്തിന് തിരുവനന്തപുരത്തെ BS സെന്ററിന് 20 കോടി രൂപ അനുവദിച്ചിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ KSRTCയിൽ ശമ്പളം മുടങ്ങുന്നില്ല എന്ന് മന്ത്രി ബജറ്റിനിടെ പറഞ്ഞിരിക്കുകയാണ്. KSRTCയിൽ ശമ്പളം മുടങ്ങുന്നില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? KSRTCയിൽ ശമ്പളം മുടങ്ങാതെ നോക്കേണ്ടതാണ് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം. അവിടുത്തെ ജീവനക്കാർ ഇപ്പോൾ രാവ് പകലാക്കി ജോലി ചെയ്യുകയാണ്. അവർക്ക് ശമ്പളം മുടങ്ങാതെ കൃത്യമായ ആ ദിവസത്തിൽ ശമ്പളം കൊടുക്കുന്നതായിരിക്കണം ഒരു സർക്കാർ അഭിമാനത്തോടു കൂടി പറയേണ്ടത് എന്ന കാര്യം ബാലഗോപാലിനെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബാലഗോപാൽ പറഞ്ഞൊരുക്കുന്ന ഒരു പ്രധാന കാര്യം കൂടി നമുക്ക് കാര്യങ്ങളൊന്ന് വായിച്ച് നോക്കാം. 10 വർഷത്തിനിടെ ന്യൂ നോർമൽ കേരളത്തിലെ കെട്ടിപ്പടുക്കാനായെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറയുന്നു. രണ്ടാം LDF സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കുന്ന വേളയിലാണ് മന്ത്രിയുടെ പരാമർശം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കി കേരളത്തിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ഓരോന്നായി ചർച്ചയ്ക്കെടുക്കാമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. കേരളത്തെ തകർക്കാൻ വർഗീയ ശക്തികൾ തക്കം പാർത്തിരിക്കുകയാണ്. അതിനെ ഫലപ്രദമായി കേരളം പ്രതിരോധിക്കുന്നു. മതരാഷ്ട്രവാദികൾ അവസരം കാത്തിരിക്കുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അതായത് ബജറ്റിനിടയിൽ പോലും രാഷ്ട്രീയം പറയുകയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞ ഒരു ബജറ്റ് അവതരണ വേളയെ മലീമസമാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന ബജറ്റ്
കേരളത്തിൽ CPM കാട്ടിക്കൂട്ടിയത് കേരളം മറന്നിട്ടുണ്ടായില്ല. ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്ന ഡയസിന്റെ മുകളിൽ കയറി നടത്തിയ നൃത്തമൊന്നും കേരളം മറന്നിട്ടില്ല. എന്തായാലും അത്തരം ബജറ്റ് അലങ്കോലമാക്കിയ ആളുകളാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അല്ല, ഇത് ബജറ്റ് ആണോ അതോ LDFന്റെ പ്രകടന പത്രികയാണോ അവർ മുന്നോട്ട് വെച്ചത്? LDFന്റെ പ്രകടന പത്രിക ഒരേപോലെ വായിക്കുകയാണ് എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. എന്തായാലും 10 വർഷത്തെ കാലത്തെ എന്ത് കാര്യമാണ് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ബിഗ് സീറോ എന്ന് തന്നെ നമുക്ക് ഒറ്റവാക്കിൽ പറയാൻ സാധിക്കും. ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ഈ ബജറ്റിനെ കേരളം പുച്ഛിച്ചു തള്ളും. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി മാത്രമേ ഈ ബജറ്റിനെ എനിക്ക് വിലയിരുത്താൻ സാധിക്കൂ. കൃത്യമായ ഒരു വിലയിരുത്തൽ ആദ്യഘട്ടത്തിൽ വിലയിരുത്തുമ്പോൾ ബജറ്റ് നിരാശാജനകം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കൃത്യമായി സമരത്തെ അവഹേളിച്ചവരെ കൊണ്ട് തന്നെ 1000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നെങ്കിൽ അത് ആശമാരുടെ വിജയമാണ്. നേരത്തെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാവ് പകലാക്കി മഴയത്തും വെയിലത്തും ആശാ വർക്കർമാർ സമരം ചെയ്തപ്പോൾ കേരളത്തെ CPM നേതൃത്വവും ഇടതുപക്ഷ നേതാക്കന്മാരും DYFIക്കാരും അടക്കം പറഞ്ഞത് ആശാ വർക്കർമാരുടെ ഓണറേറിയം കൂട്ടുന്നത് കേന്ദ്ര സർക്കാരാണെന്നാണ്. പക്ഷെ ഇപ്പോൾ ഓണറേറിയം വർദ്ധിപ്പിച്ചത് സംസ്ഥാന. ഇതിനകത്തിന് മറ്റൊരു ചോദ്യം ഉണ്ടല്ലോ, ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ബജറ്റ് പ്രസംഗത്തിന്റെ ഇടയിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്രം എന്താണ് ഈ പറയുന്ന പോലെ സർക്കാരിനെ അവഗണിച്ചു അല്ലെങ്കിൽ കേന്ദ്രം കേരളത്തെ അവഗണിച്ചു എന്നൊക്കെയാണ്. കഴിഞ്ഞ പല ദിവസങ്ങളിലും പലരും പറഞ്ഞു ഈ പറയുന്ന പോലെ കേന്ദ്രത്തിനെ വിമർശിക്കുന്നില്ല. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണോ കേന്ദ്രം എന്താണ് ഈ പറയുന്ന പോലെ CJP ഡീലിന്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളിലും കേന്ദ്രത്തെ വിമർശിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണോ ഇന്ന് ബജറ്റ് പ്രസംഗത്തിന്റെ വേളയിൽ കേന്ദ്രത്തിന്റെ മേൽ എല്ലാ കുറ്റവും പഴിചാരി രക്ഷപ്പെടാമെന്നാണോ കരുതിയത്? അല്ല, കേന്ദ്ര സർക്കാർ BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറുക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങൾ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കുന്ന കർണാടകയായാലും തെലങ്കാനയായാലും ഹിമാചൽ പ്രദേശ് ആയാലും പശ്ചിമ ബംഗാൾ ആയാലും ജാർഖണ്ഡ് ആയാലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കുമ്പോൾ കേരളം പലപ്പോഴും സ്വീകരിച്ച നിലപാട് കേന്ദ്ര സർക്കാരിനെ തലോടിക്കൊണ്ടുള്ള നിലപാടായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് കേന്ദ്രത്തിനെതിരെ ഇത്ര രൂക്ഷമായി ആക്രമിക്കാൻ CPMന് സമയം കിട്ടിയത് എന്നൊരു ചോദ്യം കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചാൽ അവരെ പറയാൻ പറ്റില്ല. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു ബജറ്റ് അല്ല ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സാങ്കേതികമായി പറയുകയാണെങ്കിൽ ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. ഇത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ്. KM മാണിയെ പോലുള്ള പരിണിതപ്രജ്ഞനായ ആളുകൾ ഐക്യജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി, കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഫണ്ട് നീക്കിവെച്ചതിന്റെ ബാക്കി പത്രമാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന ഓരോ വികസനമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി അറിയാം. അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടായി മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കൂ. കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് കേരളത്തിന്റെ ധനമന്ത്രി KN ബാലഗോപാലും സർക്കാരും ശ്രമിക്കുന്നെങ്കിൽ മറുപടി ബാലറ്റിലൂടെ ജനങ്ങൾ നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ പറയുന്നുള്ള മറ്റൊരു കാര്യമുണ്ടല്ലോ, ഈ ബജറ്റിൽ പറയുന്നതെല്ലാം അല്ലെങ്കിൽ ഈ ബജറ്റിൽ ഗുണകരമായി പൊതുജനത്തിന് കുറച്ചെങ്കിലും ഗുണമുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം വരുന്ന സർക്കാർ ചെയ്യണമെന്ന തലത്തിലല്ലേ? അപ്പൊ ഇനി ഈ സർക്കാരിന് ഒന്നും ചെയ്യാനില്ലെന്നാണോ? അതോ പരാജയം എന്താണ് തങ്ങൾ എന്തായാലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ LDF പരാജയപ്പെടും, ഇനി ഇങ്ങനെ പോട്ടെ എന്നാണോ വിചാരിക്കുന്നത്? തീർച്ചയായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ പരാമർശം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഏപ്രിലിന് ശേഷം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏപ്രിലിന് ശേഷം എന്നാൽ അടുത്ത സർക്കാർ, അതിപ്പോ UDF ആകട്ടെ LDF ആകട്ടെ, അടുത്തു വരുന്ന സർക്കാരിന്റെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് ഈ KN ബാലഗോപാൽ. എന്തായാലും അദ്ദേഹം അടുത്ത ധനമന്ത്രിയായി ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ്. അത് ഇടതുമുന്നണി അധികാരത്തിൽ വന്നാൽ പോലും അദ്ദേഹം ധനമന്ത്രി സ്ഥാനത്ത് ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ ജനങ്ങളാകെ ഒരു കബളിപ്പിക്കുന്ന ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബജറ്റിനുള്ള മറുപടി ബാലറ്റിലൂടെ ജനം നൽകും. കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് തോരാൻ കഴിയാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് 5 വർഷത്തിന്റെ അവസാനം നടത്തിയ ബജറ്റിലൂടെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്.